മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സണായി ജേക്കബ് സെബാസ്റ്റ്യനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 15-നെതിരെ 22 വോട്ടുകൾ നേടിയാണ് ജേക്കബ് സെബാസ്റ്റ്യൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിലെ എല്ലാ കൗൺസിലർമാരുമായിട്ട് ആലോചിച്ച് മാനന്തവാടി വികസനം എന്തെല്ലാമാണെന്ന് ചിട്ടപ്പെടുത്തി ആവശ്യമായ ഞങ്ങൾ ആദ്യമായി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനന്തവാടിയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണമാണ്. അതുപോലെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ആവശ്യമുണ്ട്. കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനങ്ങളും തുടങ്ങി എല്ലാ മേഖലകളിലും മാനന്തവാടിയിൽ ഒരു പുതിയ ചരിത്രം കുറിക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഗ്രാമീണ മേഖലയിൽ ആളുകളുടെ സാമ്പത്തികമായ വികസനം തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നീട് പട്ടികവർഗ വിഭാഗങ്ങളുടെ വീടുകളുടെ കാര്യങ്ങൾ ഈ നഗരസഭ ഏറ്റവും ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവർക്കും ഭവനരഹിതരായ ഒരു കുടുംബം പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക തുടങ്ങി എല്ലാ മേഖലകളുടെ വികസനവുമാണ് നഗരസഭ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സുരേഷ് തലപ്പുഴ മാനന്തവാടിയിൽ നിന്നും ചേരുകയാണ്. സുരേഷ്, ജേക്കബ് സെബാസ്റ്റ്യൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സന്ദീപ്, കോൺഗ്രസിലെ കഴിഞ്ഞ വർഷത്തെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ജേക്കബ് സെബാസ്റ്റ്യൻ ഇത്തവണത്തെ മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ്. അവിടെ മുസ്ലിം ലീഗിലെ സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ച സിന്ധു സെബാസ്റ്റ്യനാണ് വൈസ് ചെയർപേഴ്സൺ ആകുക എന്നാണ് പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ തന്നെ 10:10 തന്നെ വരണാധികാരി വാണാസുര സാഗർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിച്ചു. ആദ്യം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം 37 ബാലറ്റ് പേപ്പറുകൾ തയ്യാറാക്കി 37 ബാലറ്റ് പേപ്പറുകൾ അംഗങ്ങൾക്ക് നൽകിയായിരുന്നു. അതിൽ 22 വോട്ട് ജേക്കബ് സെബാസ്റ്റ്യനും 15 വോട്ട് CPM നിർദ്ദേശിച്ച PT ബിജുവിനും ലഭിച്ചു. അങ്ങനെ 22 വോട്ട് ലഭിച്ച ജേക്കബ് സെബാസ്റ്റ്യനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കുകയായിരുന്നു. അതിനുശേഷം സത്യപ്രതിജ്ഞയും അക്കൂട്ടത്തിൽ നടന്നു. തീർച്ചയായും മാനന്തവാടി നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ പാരമ്പര്യം അനുസരിച്ച് കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടത്തുമെന്നാണ് ജേക്കബ് സെബാസ്റ്റ്യൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ശരി, സുരേഷ് തലപ്പുഴയാണ് മാനന്തവാടിയിൽ നിന്നും.